അമിത്ഷാ ഞായറാഴ്ച കേരളത്തിലെത്തും. ഈ ഒരു സമയം എന്ന് പറയുന്നത് ശ്രീലേഖയുമായി ബന്ധപ്പെട്ട ചില അതൃപ്തി കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതായത് ശ്രീലേഖ പറയുന്നുണ്ട്, എന്നെ മേയറായി നിർത്താം അല്ലെങ്കിൽ മേയറാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായതെന്നൊക്കെ പറയുന്നു. വട്ടിയൂർക്കാവ് മത്സരിക്കില്ല എന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ ചില ബഹളങ്ങൾ നടക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കേരളത്തിലെത്തുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും BJPക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ശ്രീലേഖ വട്ടിയൂർക്കാവ് മത്സരിക്കില്ല എന്ന് ഇപ്പൊ പറയുന്നു. കേന്ദ്രം പറഞ്ഞാൽ കേൾക്കാവുന്ന തരത്തിലേക്ക് ശ്രീലേഖ മാറുമോ, അതോ മറ്റേതെങ്കിലും പദവി ശ്രീലേക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതകളുണ്ടോ? അമിത്ഷാ 2026 തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തോടിന് വേണ്ടിയായിരിക്കും തിരുവനന്തപുരത്ത് എത്തുന്നത്. കാരണം അതിന്റെ കൂടെ തന്നെ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഒരു ആളെന്ന രീതിയിൽ അദ്ദേഹം വന്നിരുന്ന ഒരു വിലയിരുത്തൽ തിരുവനന്തപുരത്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ളതൊക്കെ കാണും. അപ്പോൾ അതിന്റെ രഹസ്യങ്ങളൊന്നും വെളി വന്നിട്ടില്ല. ഏതായാലും അമിത്ഷാ ചുമ്മാതെ വരുന്ന ഒരാളല്ല, അങ്ങനെ ചുമ്മാതെ വരാൻ സമയമുള്ള ആളുമല്ല. ഏതായാലും തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ഒരുപക്ഷെ കേരളത്തിൽ BJP ത്രികോണ മത്സരം ആരംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതായത് അതിനകത്ത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് കേരളത്തിലുടനീളം ചർച്ചയാണ്, ഇന്ത്യക്കുടനീളം ചർച്ചയാണ്. പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ പോലും ആ ഒരു പ്രശംസാ പാത്രമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിനകത്ത് BJPക്കകത്തൊരു പ്രശ്നം, BJPക്കകത്തൊരു കുഴപ്പം, അല്ലെങ്കിൽ BJPക്കകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊന്ന് ശ്രീലേഖയ്ക്ക് എത്രത്തോളം രാഷ്ട്രീയ പരിചയമുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അവർ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അവർക്ക് ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും അത് BJPക്ക് നാളെ കാലത്ത് ദോഷം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇതെടുത്ത് വെച്ച് BJPക്ക് ഗുണമല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമോ എന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മേയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊരു നല്ല പദവി അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിക്കൂടായില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തപ്പെടുത്തി പറഞ്ഞപ്പോൾ അവർക്ക് അതൃപ്തി ഉണ്ടെന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്നു. പിന്നെ അത് അവർ തിരുത്തി പറഞ്ഞു, എനിക്ക് അതൃപ്തിയൊന്നുമില്ല, ഞാനിപ്പം കൂടിയാലോചിച്ചപ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനമായപ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അങ്ങനെ തീരുമാനം മാറ്റിയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ മത്സരിക്കുന്നു ചോദിച്ചപ്പോൾ എനിക്ക് മത്സരിക്കുന്നതിനും താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ ഒരുപക്ഷെ ഈ മേയർ സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് വരും. അതായത് ഇന്ന് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് RC പറഞ്ഞിരിക്കുന്ന വട്ടിയൂർക്കാവിൽ ശ്രീലേഖ തന്നെ മത്സരിക്കും. ശ്രീലേഖ മത്സരിക്കണമെങ്കിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കണം. മത്സരിക്കാതെ മാറിയിരുന്നാൽ ഇത് മുതലെടുപ്പിന് സാധ്യതയുണ്ട്. കാരണം വട്ടിയൂർക്കാവിൽ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തിത്വം മത്സരിക്കാതെ മാറിയിരുന്നാൽ BJPക്കകത്ത് ചില പടലപ്പിഴങ്ങൾ കൊണ്ടാണെന്നുള്ള പ്രചരണം വരുത്തി BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള, ഞാൻ ഈ പറഞ്ഞതുപോലെ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മറ്റു പാർട്ടിക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അമിത്ഷാ വരുന്നത് ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക് വേണ്ടി ആയിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂടെ ഇവരുടെ സീറ്റും കൂടി ഉറപ്പിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജയിക്കാൻ സാധ്യതയുള്ള 35ഓളം മണ്ഡലങ്ങൾ കോർ കമ്മിറ്റി കൂടി തീരുമാനിക്കുമ്പോൾ, അത് കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി പ്രസിദ്ധീകരിക്കാൻ നിൽക്കുമ്പോൾ, ഈ മാസം പകുതിക്കിപ്പുറം തന്നെ അതിനകത്ത് ആൾക്കാരെ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാൻ RC ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമ്പോൾ, അതിനകത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ, ഇനിയൊരു തർക്കം ഉണ്ടാകാത്ത രീതിയിൽ അതിങ്ങനെ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളോ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് വരുന്നത് എന്ന് വിചാരിക്കേണ്ടി വരും. ഏതായാലും തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ BJPയുടെ സാന്നിധ്യം 18%, ഏറ്റവും അവസാനത്തെ കണക്കാണല്ലോ തദ്ദേശത്ത് മനുഷ്യൻ, അതൊരു 30% വരുമ്പോൾ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് BJPയെ മാറ്റി നിർത്തി തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ പോകും. അത് BJP ഇതുവരെ ഉണ്ടായിരുന്ന UDF LDFിൽ നിന്ന് മാറി BJPയും കൂടെ തീരുമാനിക്കേണ്ടി വരും. ആര് ജയിക്കും എന്നുള്ളത് മത്സരത്തിന് ശേഷം എന്നുള്ളത് രീതിയിലേക്ക് വരും. ഒന്നുകിൽ BJP ജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ മാറി. പക്ഷേ ഇത് മൊത്തത്തിലാവുന്ന ഒരു 30%, മൊത്തത്തിലാവണമെങ്കിൽ 30% കേരളത്തിലുടനീളം വോട്ട് ശതമാനക്കണക്ക് വേണം. പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെയായി. തിരുവനന്തപുരത്തെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞാൽ, കൂടുതൽ നല്ല രീതിയിൽ പറഞ്ഞാൽ, വ്യക്തത വരുത്തി പറഞ്ഞാൽ, തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPയും CPM കൂടാ മത്സരം, കോൺഗ്രസ് പിക്ചറില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതിനകത്ത് അത് പ്രയോജനപ്പെടുത്താൻ, അത് പാർട്ടിക്കകത്തെ ഇതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, BJPക്കകത്ത കാര്യങ്ങൾ, അതിനി ഉണ്ടാവാതിരിക്കാൻ താക്കീത് കൊടുക്കാൻ, ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു ചാണക്യ, നമ്മൾ പറയല്ലോ ചാണക്യ സൂത്രം അറിയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസ് മൊത്തം അത്ഭുതപ്പെടുത്തിയിട്ട് സക്സസ് ആയിട്ടുള്ള ആൾ തന്നെ ഒരുപക്ഷെ 2014 കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞത് ഇപ്പോൾ തുടങ്ങാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയായിരിക്കും വരുന്നത്. ഏതായാലും ശ്രീലേഖ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിരിക്കും
എല്ലാ തീരുമാനത്തിന്റെ കൂടി പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതും കൂടി ആകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ആകൃഷ്ടയായിട്ടാണ് താൻ ഈ പാർട്ടിയിലേക്ക് വന്നതെന്ന് നേരത്തെ തന്നെ ശ്രീലേഖ പറഞ്ഞു. പിന്നെ അവര് ഈ കോർപ്പറേഷൻ മത്സരിക്കുമ്പോൾ നമ്മൾ പോലും ഇവരൊരു നല്ല രാഷ്ട്രീയക്കാരിയാണെന്ന് കരുതിയില്ല. പക്ഷെ ഇവർ വീടാന്തരം കയറി ഇറങ്ങി വോട്ടൊക്കെ അഭ്യർത്ഥിച്ച് ജയിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ വാർത്ത വരുത്തി. ഇവരെല്ലാ ദിവസവും പത്രം വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ശ്രീലേഖ മേയറാവും. അപ്പൊ ഇവരുടെ മനസ്സിലും അറിയാൻ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. മാത്രമല്ല BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒരു കൗൺസിലറായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, അതിൽ വലിയ പദവി ഉണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ് അവസാനം മേയർ എന്ന് പറയുന്ന സ്വപ്നം ഇവരിലേക്ക് ഓൾറെഡി ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് മേയർ പദവി കിട്ടായിരുന്നപ്പോൾ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ഇവർ നിരാശരായപ്പെട്ട് അവർ എക്സ്പ്രസ് ചെയ്തു. പിന്നീട് ഇവർ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം അടർത്തി എടുത്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന്. ഇവിടെ ഇപ്പോൾ അമിത്ഷാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ BJPക്ക് സാധിച്ചാൽ നാളെ നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റും. മോദി നേരത്തെ പറഞ്ഞ എന്താ, അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമാണ് ഗുജറാത്ത് സംസ്ഥാനം അവർ പിടിക്കുന്നത് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി വെക്കാം. ഇപ്പൊ തലസ്ഥാന നഗരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി, 5ഓളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് വളരെ വലിയ ഭൂരിപക്ഷത്തോടെ കയറാം. മൊത്തം 9 സീറ്റ് വരെ പിടിക്കാമെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ട് ശ്രീലേഖ രംഗപ്രവേശം ചെയ്തു. ഈ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മുന്നിട്ടിറക്കി കഴിഞ്ഞാൽ നേട്ടം കൊയ്യാമെന്ന് BJP കരുതുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പഴയ ഒരു മനസ്സിലൊരു വിഷമവും സങ്കടമൊക്കെ ഇരുന്നുകൊണ്ട് ഇത് പറഞ്ഞതായിരിക്കാം. അപ്പം അമിത്ഷാ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചാണക്യന്റെ തന്ത്രങ്ങൾ കൃത്യമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ഏതാണ്ട് 20ഓളം സീറ്റുകളിലാണ് BJPക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴും അവർ പറയുന്നത് എന്താ, 35 സീറ്റുകളിൽ ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഇത്തവണ BJPക്ക് കേരളം പിടിക്കാനല്ല, കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും, എത്ര നിയമസഭാ മണ്ഡലങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി CPM അധികാരത്തിലേക്ക് വന്നാൽ ആ പാർട്ടി ശിഥിലീകരിക്കപ്പെടുകയും കോൺഗ്രസ് ഏതാണ്ട് വിമുക്തമാക്കപ്പെടുകയും ചെയ്യും. ഇതായിരിക്കാം BJPയുടെ ലക്ഷ്യം. അങ്ങനെ നീക്കിക്കൂടെ BJPയുടെ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഇപ്പൊ ഈ നേമത്ത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അദ്ദേഹം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിന്റെ കൂടി അറിവോടെ ആയിരിക്കണം, അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തില്ല. പക്ഷേ ഇപ്പോ നേമത്തെ ഒരു സ്ഥിതി നമുക്ക് നോക്കിയാൽ അവിടെ ശിവൻകുട്ടിക്ക് കുറച്ച് പ്രാതിനിധ്യം ഉള്ള ഒരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. കാരണം ഞാനൊരു നേമത്ത് കയറിയുണ്ട്, എനിക്കറിയാം അവിടെ പാർട്ടി വ്യത്യാസമില്ലാതെയാണ് ശിവൻകുട്ടിയുടെ ആളുകൾക്കുള്ള അടുപ്പം എന്ന് പറയുന്നത്. കാരണം ഏത് കാര്യത്തിനും അദ്ദേഹം മുന്നിട്ടിറങ്ങും. BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ ഇല്ല. ആരുടെ ഒരു പ്രശ്നം ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം അത് ചെയ്തു കൊടുക്കുക. അത്തരത്തിലുള്ളൊരു നല്ല രാഷ്ട്രീയ നേതാവാണ്. MLA ആണ് നേമത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ശിവൻകുട്ടി മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും BJP ഗുണമാകുന്നത്? ശിവൻകുട്ടി മത്സരിക്കുന്നില്ലെങ്കിൽ BJPക്ക് അത്ര കൂടെ റിസ്ക് കുറയുമല്ലേ. ശിവൻകുട്ടിക്ക് അപ്പുറം ഒരു സ്ഥാനാർത്ഥിയെ ഈ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ശിവൻകുട്ടിയോടെ 30ഓളം വരുമ്പോൾ ഉപ്പിലിട്ടതെന്ന് പറയും. ആ ശിവൻകുട്ടിയോട് അത്രയും വേറെ ശിവൻകുട്ടി അനുഗ്രഹാശിസോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തോടു കൂടി CPM നേതാക്കന്മാരില്ലാത്ത അവസ്ഥയിൽ ഒരു നേതാക്കന്മാരെ കൊണ്ട് മത്സരിപ്പിക്കാൻ പറ്റും. പക്ഷേ ശിവൻകുട്ടിയോളം വരത്തില്ല. അപ്പൊ അത് BJP കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ശിവൻകുട്ടി ഈ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം അവിടെ രാജഗോപാലിനോട് തോറ്റതാ. ഈ പറയുമ്പം ഇത്രയും ജനകീയനാണെന്ന് പറയുമ്പോൾ അവിടെ BJPക്കാരന് ജയിക്കാൻ, രാജഗോപാലിനോട് തോക്കാൻ ശിവൻകുട്ടിക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു മണ്ഡലമാണ്. കാരണം ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് മത്സരിച്ചതിന് ശേഷം മാത്രം പറയാൻ പറ്റുന്ന മണ്ഡല നിയമം. ഈ നമ്മുടെ ധന്യ പറഞ്ഞതുപോലെ ആ നിയമത്തെ പറ്റി അങ്ങനെ നോക്കും കിട്ട നിൽക്കും, മനസ്സിലാവുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം മത്സരിക്കാൻ പോകുന്ന ആരാ? ഇപ്പോഴത്തെ കിട്ട നിൽക്കും എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി അവിടെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ ജനപ്രതിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ അദ്ദേഹത്തിന് അത്രയും സ്വാധീനം ഉള്ളിടത്താണ് ഈ പറയുന്ന 18ഓളം വാർഡുകൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന BJPയുടെ ഭാഗമായത്. സ്വാധീനം ഉള്ളിടത്തല്ലേ. അവിടെ CPM ഉണ്ടല്ലോ. ആ CPM കുറഞ്ഞ സ്ഥാനാർത്ഥികളെ ഒന്നും അല്ലല്ലോ നിർത്തിയിരിക്കുന്നത്. അപ്പം അവിടെ നോക്കുമ്പോൾ ഇപ്പം ജയിക്കാൻ സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ, നിലവിലെ അവസ്ഥയിൽ നോക്കുമ്പോൾ BJPക്ക് തന്നെയാണ്. ഒരുപക്ഷെ BJPയിൽ നിന്ന് ഏറ്റവും ആദ്യം ഉണ്ടാവാൻ പോകുന്ന MLA ഈ പറയുന്നത് പോലെ നേമത്തു നിന്നാവും. ഏറ്റവും ആദ്യം പോകുന്ന MLA വട്ടിയൂർക്കാവിൽ നിന്നാണ്. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന MLA ഈ പറയുന്ന പോലെ സെൻട്രലിൽ നിന്ന്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം ആ കാര്യങ്ങൾ അങ്ങനെ പോകണമെങ്കിൽ, പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണമെങ്കിൽ, പൂർണ്ണമായിട്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ, ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന, കോർപ്പറേഷനകത്ത് വന്നതുപോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ, വിശ്വാസം വരുന്ന രീതിയിൽ പാർട്ടി ഉണ്ടാവണം. പാർട്ടി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം. അതിനകത്ത് ഒരു കല്ലുകടി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് കോർ കമ്മിറ്റിക്ക് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തീരുമാനിച്ച് ഇനി ഉണ്ടായാൽ അതിന് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്നവരുണ്ടാകത്തില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ RC വന്നിരിക്കുന്നു. ഒരുപക്ഷെ അമിത്ഷാ
അത് തീർത്ത് പറയാൻ വരുന്നു എന്ന് വേണം കരുതാൻ. ഈ അമിത്ഷാ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി വെച്ചു, ഇത് അമിത്ഷാ ഈ കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി BJPക്ക് വലിയ വളർച്ചയുണ്ടായി, നിങ്ങൾ വലിയ പിന്തുണ നൽകി, ഇനി നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സൂചനകൾ നൽകുന്നു. അതിനുശേഷം നരേന്ദ്രമോദി വന്നിട്ട് കുറച്ച് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും കൂടെ ചെയ്താൽ 2 മാസത്തിനപ്പുറത്തേക്ക് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും കോൺഗ്രസിനും അത് വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം ഇവർ പറയുന്നത് എന്താ, 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരുന്ന പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന അത്തരം ഒരു നീക്കത്തിന് എപ്പോഴും മോദി ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പോ, മോദി ഒരു സ്ഥലത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് മുമ്പോ ആദ്യം വരുന്ന ആൾ അമിത്ഷായാണ്. ഈ പൈലറ്റ് വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് അമിത്ഷാ വരുന്നതിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് CPM കോൺഗ്രസ് തന്നെയായിരിക്കും അല്ലെ? അതെ, അല്ല, അത് സിനി പറഞ്ഞ അതേ ലൈനിൽ തന്നെയാണ് BJP നീങ്ങുന്നത്. കാരണം അമിത്ഷാ വരുന്നു, 45 ദിവസത്തിനും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ കോർപ്പറേഷനകത്ത് എന്ത് തീരുമാനം, വികസന രേഖ അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള സംസാരം RC പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിന്നപ്പോൾ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി പറയാൻ സാധ്യതയുണ്ട്. ഇത് തുടക്കമാണ്, ഇവിടെ നിന്ന് തുടങ്ങും, ഇതിന് അവസരം നിങ്ങൾ കൊടുക്കണം. അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞാൽ സുനിജി പറഞ്ഞതുപോലെ അത് കോൺഗ്രസിനും BJPക്കും അത് കോൺഗ്രസിനും CPM-നും ഇലക്ഷന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും.